വെൽക്കം ബാക്ക് ടു വിദ്യാനദി. എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഫിസിക്സിൻ്റെ ഞാൻ ഇനിയിപ്പോൾ അടുത്തതായിട്ട് എടുക്കുന്നത് ഓരോ സബ്ജക്ട്സ് ആയിട്ട് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. നവോത്ഥാന നായകന്മാർ, എക്കണോമിക്സിൻ്റെ ഒരു സ്റ്റാർട്ടിങ്, വൈസ് റോയ്സ്, അങ്ങനെ കുറച്ച് നോട്ട്സുകൾ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ SCRTയും അതൊക്കെയായിട്ടായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. അപ്പം ഞാൻ വീണ്ടും ഒരു ഇതിനകത്ത് തുടങ്ങുകയാണ്. അതിൽ ഫിസിക്സിലെ ശബ്ദം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇപ്പം പ്രിലിംസിനാണെങ്കിലും അല്ല ഏത് PSC ആസ്പിറൻസിനാണെങ്കിലും വളരെ അത്യാവശ്യമുള്ള ഒരു സെക്ഷനാണ് ശബ്ദം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ആദ്യം ശബ്ദം, ഫിസിക്സിലെ ശബ്ദം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? കേൾവി സാധ്യമാക്കുന്ന ഊർജ രൂപം അല്ലെങ്കിൽ ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ രൂപമാണ് നമ്മൾ ശബ്ദം എന്ന് പറയുന്നത്. അതായത് ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ രൂപം അഥവാ കേൾവി സാധ്യമാക്കുന്ന ഊർജ രൂപം, ഇത് രണ്ടും ശബ്ദത്തിനുള്ള ഒരു ഡെഫിനേഷനാണത്. ശബ്ദമുണ്ടാകാൻ കാരണം, ശബ്ദമുണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നത്, വസ്തുക്കളുടെ അല്ലെങ്കിൽ മാധ്യമത്തിന്റെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ഇപ്പൊ കേൾവി സാധ്യമാക്കുന്ന ഊർജ രൂപം അല്ലെങ്കിൽ ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ രൂപമാണ് ശബ്ദം. വസ്തുക്കളുടെ അല്ലെങ്കിൽ മാധ്യമത്തിന്റെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശ്രവണബോധം അല്ലെങ്കിൽ ശ്രവണബോധം അനുഭവപ്പെടാൻ 3 ഘടകങ്ങൾ ആവശ്യമാണ്. ശ്രവണബോധം അനുഭവപ്പെടാൻ 3 ഘടകങ്ങൾ ആവശ്യമാണ്. അത് ഏതൊക്കെയാണെന്നറിയാവോ? ശബ്ദ സ്രോതസ്, മാധ്യമം, ശ്രോതാവ്. ശ്രവണബോധം അനുഭവപ്പെടാൻ ആവശ്യമായ 3 ഘടകങ്ങളാണ് ശബ്ദ സ്രോതസ്, മാധ്യമം, ശ്രോതാവ്. മനുഷ്യനിർമ്മിത ശബ്ദ സ്രോതസ്സുകളാണ് ചെണ്ടയും റേഡിയോയും. പ്രകൃതിയാലുള്ള ശബ്ദ സ്രോതസ്സാണ് ഇടിമുഴക്കവും സ്വനപേടകവും. അപ്പം നമുക്ക് ഉള്ള 2 ഇതാണ് ശബ്ദ സ്രോതസ്. ശ്രവണബോധം അനുഭവപ്പെടാനുള്ള 3 ഘടകങ്ങൾ: ശബ്ദ സ്രോതസ്, മാധ്യമം, ശ്രോതാവ്. മനുഷ്യനിർമ്മിത ശബ്ദ സ്രോതസ്സാണ് ചെണ്ട, റേഡിയോ. പ്രകൃതിയാലുള്ള ശബ്ദ സ്രോതസ്സാണ് ഇടിമുഴക്കവും സ്വനപേടകവും. ഇത് SCRTയിൽ കൊടുത്തിരിക്കുന്നതാണ്. ശ്വാസനാളത്തിന്റെ മുകൾ ഭാഗത്തുള്ള സ്വനപേടകത്തിലെ ലാർനിക്സ് ഓഫ് വോയിസ് ബോക്സ് സ്വനതന്തുക്കൾ കമ്പനം ചെയ്യുമ്പോഴാണ് ശബ്ദമുണ്ടാകുന്നത്. SCRTയിൽ കൊടുത്തിരിക്കുന്ന ശബ്ദത്തിന്റെ ഡെഫിനേഷനാണിത്. ശ്വാസനാളത്തിന്റെ മുകൾ ഭാഗത്തുള്ള സ്വനപേടകത്തിലെ സ്വനതന്തുക്കൾ കമ്പനം ചെയ്യുമ്പോഴാണ് നമുക്ക് ശബ്ദം ഉണ്ടാകുന്നത്. അപ്പോൾ ശബ്ദത്തിന്റെ ഡെഫിനേഷൻ എന്താന്ന് നോക്കി. ശ്വാസനാളത്തിന്റെ മുകൾ ഭാഗത്തുള്ള സ്വനപേടകത്തിലെ സ്വനതന്തുക്കൾ കമ്പനം ചെയ്യുമ്പോഴാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശ്രവണബോധം ഉളവാക്കുന്ന ഊർജ്ജരൂപം, അതാണ് പഠിച്ചു വെക്കുക. ശബ്ദത്തിന്റെ ആവർത്തി, അടുത്താണ് ശബ്ദത്തിന്റെ ആവർത്തി അഥവാ ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം. സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണത്തിനെയാണ് നമ്മൾ ആവർത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ശബ്ദത്തിന്റെ ആവർത്തിയുടെ യൂണിറ്റ് ആണ് ഹെർട്സ്. HZ എന്ന് സൂചിപ്പിക്കുന്നു, ഹെർട്സ്. അപ്പം ശബ്ദത്തിന്റെ ആവർത്തി എന്ന് പറയുന്നത് സെക്കൻഡിൽ ഉണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം. ഇതിനെയാണ് നമ്മൾ ശബ്ദത്തിന്റെ ആവർത്തി അല്ലെങ്കിൽ നമ്പർ ഓഫ് ഫ്രീക്വൻസി എന്ന് പറയാം. എണ്ണത്തിനെയാണ് നമ്മൾ ആവർത്തി എന്ന് പറയുന്നത്. എൻ്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഹെർട്സ് ആണ്. എന്തിൻ്റെ ആയിക്കോട്ടെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഹെർട്സ് ആണ്. ഇൻഫ്രാസോണിക്, അതായത് മനുഷ്യന് ശ്രവണം കേൾക്കാം. അൾട്രാസോണിക്, മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് 20 ഹെർട്സ് തൊട്ട് 20,000 ഹെർട്സ് വരെയാണ്. അപ്പം ഒരു മനുഷ്യന്റെ ശ്രവണ പരിധി എന്ന് പറയുന്നത് 20 ഹെർട്സ് തൊട്ട് 20,000 ഹെർട്സ് വരെയാണ്. അപ്പം അതിന്റെ ഉള്ളിൽ നിൽക്കുന്ന സൗണ്ടുകളെ നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ചില സൗണ്ടുകളൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ, ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 ഹെർട്സിലും കുറവുള്ള സൗണ്ടുകളെയാണ് ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത്. അൾട്രാസോണിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 ഹെർട്സിനും കൂടുതലുള്ളത്. ഈ 2 സൗണ്ടും നമുക്ക്, ഇൻഫ്രാസോണിക് സൗണ്ടും
അൾട്രാസോണിക് സൗണ്ടും മനുഷ്യന് കേൾക്കാൻ പറ്റില്ല. അപ്പം ഈ പരിധി പ്രായത്തിനനുസരിച്ച് വ്യത്യാസപ്പെടാം. പ്രായമായവരിൽ പലപ്പോഴും ഉയർന്ന ഫ്രീക്വൻസികളോടുള്ള സംവേദനക്ഷമത നഷ്ടപ്പെടും. അപ്പം നമുക്ക് ഇപ്പം ഇതെന്ന് പറയുന്ന ഒരു സാധാരണ മനുഷ്യന്റെയാണ്. അപ്പൊ പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ശ്രവണ പരിധിയിൽ കാഴ്ച, കേൾവി അങ്ങനെയുള്ള സംഭവങ്ങളിൽ കുറവ് വരില്ലേ, അതാണ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇൻഫ്രാസോണിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 ഹെർട്സിൽ കുറവുള്ളതും അൾട്രാസോണിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 ഹെർട്സിൽ കൂടുതലുള്ളത്. ശബ്ദത്തിന്റെ പ്രത്യേകതകൾ അതിലാദ്യമാണ് അനുദൈർഘ്യ തരംഗം. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ സഞ്ചാര ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന ഇനം തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ. മാധ്യമത്തിലെ കണികകൾ തരംഗത്തിന്റെ സഞ്ചാര ദിശയ്ക്ക് സമാന്തരമായി കമ്പനം ചെയ്യുന്ന ഇനം തരംഗങ്ങളാണ് അനുദൈർഘ്യ തരംഗങ്ങൾ അഥവാ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ്. അതായത് ശബ്ദം ഉച്ചമർദ്ദ മേഖലകളിലും നീചമർദ്ദ മേഖലകളിലുമുള്ള അനുദൈർഘ്യ തരംഗങ്ങളാണ്. അതായത് നമ്മൾ സംസാരിക്കുന്ന ഒരു സ്രോതസ്സിൽ നിന്ന്, അതായത് ഇപ്പൊ നമ്മൾ സംസാരിക്കുവാണെങ്കിൽ അതിൽ പുറപ്പെടുന്ന ശബ്ദം വായുവിൽ തുടർച്ചയായും ക്രമമായും പോകും. ആ പിക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. റിഫ്ലക്ഷനും കംപ്രഷനും അങ്ങനെ ഒരു തരംഗ രൂപത്തിൽ ആണ് ശബ്ദങ്ങൾ പോകുന്നത്. ഒരു സ്രോതസ്സിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദം വായുവിൽ തുടർച്ചയായും ക്രമമായും മർദ്ദവ്യതിയാനത്തിൽ രൂപപ്പെടുത്തുന്നു. അതാണ് ഒന്നാമത്തേത്. അടുത്തത് യാന്ത്രിക അല്ലെങ്കിൽ മെക്കാനിക്കൽ വേവ് തരംഗം. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ശൂന്യതയിൽ ശബ്ദം സഞ്ചരിക്കുന്നില്ല. ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ ഉപയോഗിക്കുന്നു. അതായത് ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. അപ്പം ശബ്ദത്തിന് സഞ്ചരിക്കാൻ നമുക്ക് ഉറപ്പായിട്ടും ഒരു മാധ്യമം ആവശ്യമാണ്, അല്ലെങ്കിൽ അത്യാവശ്യമാണ്. മാധ്യമമില്ലാതെ ശബ്ദം സംസാരിക്കത്തില്ല. അതെ, വായുവിലൂടെ ശബ്ദവേഗത്തെ സ്വാധീനിക്കുന്ന, വായുവിലൂടെയും ശബ്ദം സഞ്ചരിക്കുന്നതിന് സഹായിക്കുന്ന ഘടകങ്ങളാണ് ആർദ്രത, സാന്ദ്രത, താപനില, കാറ്റ് എന്നിവ. അപ്പം ആർദ്രത കൂടുമ്പോൾ ശബ്ദവേഗത കൂടും. ഊഷ്മാവ് കൂടുന്നതിനനുസരിച്ച് ശബ്ദത്തിന്റെ പ്രവേഗം കൂടും. അപ്പൊ നമ്മൾ പറഞ്ഞു ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. അപ്പൊ ശൂന്യതയിൽ ശബ്ദം സഞ്ചരിക്കുമോ? ഇല്ലല്ലേ. ശൂന്യതയിൽ ശബ്ദത്തിന് സഞ്ചാരമില്ല. അപ്പൊ നമ്മളോട് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, ശൂന്യതയിൽ ശബ്ദത്തിന്റെ സഞ്ചരിക്കാനുള്ള മാധ്യമം എന്താ, അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ശബ്ദത്തിന് മാധ്യമമുണ്ടോ, അങ്ങനെ ചോദിക്കാം. അപ്പം ഓർത്ത് വെച്ചിരിക്കുക, ശൂന്യതയിൽ ശബ്ദം സഞ്ചരിക്കുന്നില്ല. ബഹിരാകാശ സഞ്ചാരികൾ, അതായത് നമ്മൾ ബഹിരാകാശത്തേക്കൊക്കെ പോകുമ്പോൾ അത് ശൂന്യതയാണല്ലേ. ശൂന്യതയിൽ പരസ്പരം സംസാരിക്കാൻ അവർ ഉപയോഗിക്കുന്നത് റേഡിയോയാണ് ഉപയോഗിക്കുന്നത് അല്ലേ. ആ സംവിധാനമാണ് റേഡിയോ സംവിധാനം ഉപയോഗിക്കുന്നു. ഇതൊരു ന്യൂ ഫാക്റ്റാണ്, പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പൊ ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം വേണമെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് റോബർട്ട് ബോയിൽ. ബെൽജാർ പരീക്ഷണം ഉപയോഗിച്ചാണ് അദ്ദേഹം ഈ നിയമം വരുത്തിയത്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണെന്ന് തെളിയിച്ച ആ ശാസ്ത്രജ്ഞൻ ആരാണ്? റോബർട്ട് ബോയിലാണ്. അപ്പൊ ചന്ദ്രനില് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് ചന്ദ്രനിൽ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കാത്തത്? ചന്ദ്രനിൽ അന്തരീക്ഷ വായുവില്ല, അത് കാരണമാണ് നമുക്ക് ശബ്ദം കേൾക്കാത്തത്. ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തതിന്റെ കാരണം വായുവിന്റെ അഭാവം. അപ്പം ശൂന്യാകാശത്ത് ശബ്ദം കേൾക്കാൻ സാധിക്കാത്തതിന്റെ കാരണം വായുവിന്റെ അഭാവം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്കൗസ്റ്റിക്സ്. പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനം കാർക്കോസ്റ്റിക്സ്. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്കൗസ്റ്റിക്സ്, പ്രതിധ്വനിയെക്കുറിച്ചുള്ള പഠനം കാർക്കോസ്റ്റിക്സ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം വേണമെന്ന് തെളിയിച്ചത് ആരാണ്? റോബർട്ട് ബോയിൽ. ഏത് പരീക്ഷണം മൂലം? ബെൽജാർ പരീക്ഷണം മൂലം. അപ്പൊ ശബ്ദത്തിന് വേഗത ഏറ്റവും കൂടുതൽ ഖരത്തിലായിരിക്കും. ശബ്ദത്തിന് ഏറ്റവും കൂടുതൽ
വേഗത ഖരത്തിലായിരിക്കും, കുറവ് വായുവിലോ വാതകത്തിലോ ആയിരിക്കും, ശൂന്യതയിൽ സഞ്ചരിക്കുന്നില്ല. വായുവിലെ ശബ്ദ വേഗത എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇതിലെ ഇത് പറയുന്നത് വായുവിലെ ശബ്ദ വേഗത എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ് എന്ന് പറയുന്നത്. ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ആണ് ഡെസിബൽ. അപ്പൊ ഇതില് വായുവിലെ ശബ്ദത്തിന്റെ വേഗത ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ്. അതിന്റെ യൂണിറ്റ് ശ്രദ്ധിച്ചു വെക്കുക. 340 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമുക്ക് ശബ്ദത്തിന്റെ വേഗത, വായുവിലെ ശബ്ദത്തിന്റെ വേഗത എന്ന് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ ക്ലാസ്. ഞാൻ ഇനി അടുത്ത ഇത് മുതൽ ശബ്ദത്തിന്റെ സ്ഥായി മുതൽ ഒറ്റ വീഡിയോ ആകുമ്പോൾ ഒരുപാട് വലുതാവും. ഇതിപ്പോ ചെറിയ 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 പോർഷനായിട്ട് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്കും മടുക്കില്ല. ഇതിൻ്റെ അകത്തൊക്കെ ക്വസ്റ്റ്യൻസ് ഒരുപാട് വരുന്നതുമാണ്. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ശബ്ദം മൊത്തം ഒരൊറ്റ വീഡിയോ ആയിട്ടായിരുന്നു വേണ്ടെങ്കിൽ അതും കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെയാണ് വേണ്ടെങ്കിൽ അതും ഒന്ന് കമന്റ് ചെയ്യണേ. എന്നിട്ട് ഞാൻ അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.